എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന SBI അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് ആണ്. ലോകത്തിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു AMC ആണ് SBI AMC. AMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള വ്യക്തികളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഫണ്ട് ശേഖരിച്ചതിന് ശേഷം സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് സ്റ്റോക്കുകളിലും ബോണ്ടുകളിലും അതുപോലെ റിയൽ എസ്റ്റേറ്റിലും. അപ്പൊ നമ്മുടെ ഈ ഫണ്ടിനെ മാനേജ് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജർമാർ ഉള്ളതാണ്. SBI AMC എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അമൂദിയും ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ് SBI AMC. SBI AMC നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷനുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് മ്യൂച്വൽ ഫണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. നമുക്ക് ഇഷ്യൂ സൈസ് നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ് 11,693 കോടിയാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 1,17,000 കോടി ടു 1,50,000 കോടി വരെയാണ് വരുന്നത്. പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 545 തൊട്ട് 574 രൂപ വരെയാണ്. NSE-ലും BSE-ലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോട്ട് സൈസ് എന്ന് പറയുന്നത് 26 ഷെയർസ് ആണ്. 3 വർഷത്തെ കമ്പനിയുടെ CAGR ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഏതാണ്ട് 19.9%. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 14,924 രൂപയാണ്. അതുപോലെ IPO ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 14 IPO ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 16 അലോട്ട്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 17 ലിസ്റ്റിംഗ് ഡേറ്റ്, അതായത് ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത് ജൂലൈ 21 ടോട്ടൽ പബ്ലിക് ഇഷ്യൂവിലും 35% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ SBI ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ജൂലൈ 8 SBIയുടെ ഷെയർ ഹോൾഡ് ചെയ്തവർക്ക് മാത്രമാണ് ഈ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. 1.3 കോടി ഷെയർസ് ആണ് ഈ SBI ഷെയർ ഹോൾഡേഴ്സിന് റിസർവ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഈ ബെനിഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് 2 ലക്ഷത്തിന് ഉള്ളിലാണ് ബിഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ SBIയുടെ എംപ്ലോയീസിന് 170 കോടി വിലയുള്ള ഷെയർസ് ആണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അവർക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് ഫൈനൽ ഇഷ്യൂ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഷെയറിനും 54 രൂപ വീതം ഡിസ്കൗണ്ട് ഉള്ളതാണ്. നമുക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കണ്ടു നോക്കാം. IPO ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് പ്രൊമോട്ടേഴ്സ് ടോട്ടലി ഹോൾഡ് ചെയ്തിരുന്നത് 99.5%. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 62.5%, അമൂദി ഇന്ത്യ ഹോൾഡിംഗ് 37%. IPO ഇഷ്യൂ ചെയ്തതിന് ശേഷം ടോട്ടൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 89.5% മാറുന്നതായിരിക്കും. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹോൾഡ് ചെയ്യുന്ന 56.2%, അമൂദി ഇന്ത്യ ഹോൾഡ് ചെയ്യുന്ന 33.3%. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.